അനിയുടെ വിവാഹ നിശ്ചയത്തിന് അരങ്ങ് ഉണരുന്നു. അങ്ങനെ പത്തരമാറ്റിലാണെങ്കിൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അനിയാണെങ്കിൽ ആദർശിനോടും നയനയോടും കൂടാതെ അഭിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ രണ്ട് വിവാഹത്തിനോടും ഒട്ടും താല്പര്യമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മനസ്സ് ഈ വിവാഹത്തോട് യോജിക്കുന്നില്ല, എനിക്ക് അവളെ ഭാര്യയായി വേണ്ട എന്ന് പറയുമ്പോഴും അഭിയാണെങ്കിൽ അത് കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം വേറെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഇവള് അതായത് ദേവയാനി പറയുകയാണ്, എനിക്ക് ഈ വിവാഹത്തിനോട് ഒരു താല്പര്യവുമില്ല, ആദ്യത്തെ ജീവിതവും പരാജയമായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തോടും അവന് താല്പര്യമൊന്നുമില്ല, ഇനി എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഇതിനിടയിൽ ജലജയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജലജയുടെ ആവശ്യം അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് തന്നെയാണ് എന്ന് കാണാം. ഇവിടെ വലിയൊരു പ്രശ്നം വരികയാണ്. നമ്മുടെ വിവാഹത്തിന് വന്ന പൂജയ്ക്ക് വന്ന തിരുമേനി പറയുന്നുണ്ട്, ഇവരുടെ ജീവിതം അത്ര പെട്ടെന്നൊന്നും ഒന്നാവാനായിട്ട് പോകുന്നില്ല, ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് കൂട്ടുകാരെ.